വടകര സിദ്ധസമാജം കാർത്തിക മഹോത്സവം നാളെ വിവിധ പരിപാടികളോടെ നടക്കും. രാവിലെ 9 മണിക്ക് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സിദ്ധസമാജത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഷികാഘോഷമാണ് കാർത്തിക മഹോത്സവം. സിദ്ധസമാജം സ്ഥാപകനായ സ്വാമി ശിവാനന്ദ പരമഹംസരുടെ ജന്മദിനമായ കാർത്തിക മഹോത്സവം വിപുലമായ രീതിയിലാണ് ആഘോഷിച്ചു വരുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി നാളെ ആയിരക്കണക്കിന് പേർക്ക് അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. 3 നേരവും സൗജന്യമായി അന്നദാനം ഉണ്ടാകും. രാവിലെ 9 മണിക്ക് നടക്കുന്ന കാർത്തിക മഹോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും. ചടങ്ങിൽ സിദ്ധസമാജം സ്കൂൾ അധ്യാപിക ഡോക്ടർ ബ്രഹ്മശ്രീ ഈശ്വരി അധ്യക്ഷത വഹിക്കും. ജഗജ്യോതിയും സച്ചിദാനന്ദ സ്വരൂപവും പരമകാരുണികനുമായ സിദ്ധസമാജ സ്ഥാപകർ സ്വാമി ശിവാനന്ദ പരമഹംസരുടെ ജന്മദിനാഘോഷമായ കാർത്തിക മഹോത്സവമാണ് സിദ്ധസമാജത്തിൻ്റെ ഒരേ ഒരാഘോഷം. സ്വാമിയുടെ ജന്മദിനം കാർത്തിക മാസത്തിലെ, അതായത് വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസം വരുന്നതിനാൽ ആ ദിവസം 5 സിദ്ധാശ്രമങ്ങളിലേക്ക് സിദ്ധ വിദ്യാർത്ഥികളും ഭക്തജനങ്ങളും എത്തിച്ചേർന്ന് ആ ദിവസം കൊണ്ടാടുന്നു. കാർത്തിക മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം പഞ്ചാമൃതത്തിൻ്റെ നിർമ്മാണമാണ്. അതിനാവശ്യമായ ജൈവ ഉൽപ്പന്നങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ പഞ്ചാമൃതം നിർമ്മിക്കും. പക്ഷേ അതിന് ഏകദേശം 2-3 മാസത്തെ തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. സാധനങ്ങളെല്ലാം എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം നിശ്ചയിച്ച് ആ ദിവസം പഞ്ചാമൃതം നിർമ്മിക്കും. കാർത്തിക ദിവസം രാവിലെ വിശേഷാൽ ജപം, അതായത് സിദ്ധ വിദ്യാർത്ഥികൾക്കും സിദ്ധ സമാജക്കാർക്കും ഒരു വിശേഷാൽ ജപമുണ്ട്. രാവിലെ 7 മണി മുതൽ 8 മണി വരെയാണ്. അത് കഴിഞ്ഞാൽ പഞ്ചാമൃതം കൊടുത്തുകൊണ്ട് അന്നദാനം ആരംഭിക്കും. രാജാക്കന്മാരിൽ വെച്ചും ഏറ്റവും വലിയ രാജാവ് അന്നരാജാവാണ്. അതുകൊണ്ട് തന്നെ സിദ്ധസമാജത്തിൽ അന്നദാനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാർത്തിക ദിവസം അതുകൊണ്ട് അന്നദാനം നടത്തി വരാറുണ്ട്. അന്നദാനത്തോടൊപ്പം തന്നെ ആത്മതത്വ പ്രഭാഷണ പരിപാടി നടത്താറുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4:30 വരെ. ഇതിനിടയ്ക്ക് ജപസമയമുണ്ട് 12 മണി മുതൽ 2:30 വരെ. ആ സമയം ഒഴിച്ച് രാവിലെ 9 മണി തൊട്ട് 12 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയും ആത്മതത്വ പ്രഭാഷണ പരിപാടിയുണ്ട്. അതുകൂടാതെ അന്നദാനവും രാവിലെയും ഉച്ചയ്ക്കും അന്നദാനമുണ്ട്. ഉദ്ഘാടന ചടങ്ങ് കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറാണ് നടത്തുന്നത് ഇപ്രാവശ്യത്തെ. പിന്നെ നമ്മുടെ പഞ്ചാമൃതം എന്ന് പറയുന്ന അഗ്നിഭാഗം ചെയ്യാതെ നിർമ്മിക്കുന്നതാണ്. അത് ഏകദേശം 1 വർഷത്തോളം യാതൊരു കേടുപാടുകളും രുചി വ്യത്യാസമോ ഒന്നും ഇല്ലാതെ 1 വർഷത്തോളം ഇരിക്കും. പിന്നെ ഈ പഞ്ചാമൃതം ഇപ്പോൾ എന്തെങ്കിലും നൈവേദ്യമായിട്ടോ പൂജ ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ജാതി മതസ്ഥരും വളരെ ഭക്തിയോടുകൂടി അത് സ്വീകരിച്ച് ഭക്ഷിക്കാറുണ്ട്.